ഹലോ ഫ്രണ്ട്സ്, Q2 റിസൾട്ടുകളുടെ കാലമാണ്. പല കമ്പനികളും റിസൾട്ടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏവിയേഷൻ സെക്ടറിലുള്ള കമ്പനിയായിട്ടുള്ള ഇൻഡിഗോ എയർലൈൻ അവരുടെ Q2 റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കമ്പനി ലോസിലാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 986 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ കമ്പനി നഷ്ടമുണ്ടാക്കിയതെങ്കിൽ ഈ ക്വാർട്ടറിൽ 2582 കോടി രൂപയായിട്ട് നഷ്ടം ഉയർന്നിരിക്കുകയാണ്. അതായത് 162% വർധനവാണ് ലോസിൽ കമ്പനി വരുത്തിയിരിക്കുന്നത്. സെയിൽസ് അത്ര മോശമൊന്നുമല്ല. സെയിൽസിൽ 9% വർധനവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 16,969 കോടി രൂപ സെയിൽസ് ഉണ്ടായ സമയത്ത് ഇപ്പോൾ അത് 18,555 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇൻകം, മറ്റുള്ള സോഴ്സുകളിൽ നിന്നുള്ള ഇൻകത്തിലും വലിയ വർധനവുണ്ട്. 789 കോടി രൂപ ഉണ്ടായിരുന്ന ഇൻകം ഇപ്പോൾ 1044 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. പക്ഷേ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ബേർഡൻ, അതായത് ലോണുകൾക്കൊക്കെ അടക്കുന്ന ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. അതായത് 1789 കോടി രൂപ അടച്ചുകൊണ്ടിരുന്ന ഇൻട്രസ്റ്റ് ഇപ്പോൾ 1044 കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. 1464 കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാം കഴിച്ചിട്ട് 2582 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു ഷെയറിന് ലാഭവിഹിതമില്ല, EPS ഇല്ല എന്ന് പറയാൻ നെഗറ്റീവാണ്. അതേസമയം ടാക്സ് റവന്യൂ, ടാക്സ് 79 കോടി രൂപ അടച്ചിട്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100 കോടി രൂപ കമ്പനി ടാക്സ് അടച്ചിട്ടുണ്ട്. പാസഞ്ചർ ഏകദേശം 2,88,00,000 ആൾക്കാരാണ് സെക്കൻഡ് ക്വാർട്ടറിൽ ഇൻഡിഗോ വഴി സഞ്ചരിച്ചിരിക്കുന്നത്. പാസഞ്ചറിൻ്റെ വർധനവിൽ 3.6% വർധനവ് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈൽഡും, അതായത് കപ്പാസിറ്റിയും 7.8% വർധനവ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. 38.2 ബില്യൺ ആണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് അവൈലബിൾ, അതായത് സാസ്ക്, നമ്മൾ ഏവിയേഷൻ കമ്പനികളെ മെഷർ ചെയ്യുന്ന സമയത്ത് 1 കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സീറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ എത്രയാണ് കമ്പനിക്ക് കോസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ 10% കൂടിയിട്ടുണ്ട്. 5 രൂപ 16 പൈസയാണ് 1 കിലോമീറ്ററിന് ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീറ്റിന് നമുക്ക് കോസ്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം 4 രൂപ 69 പൈസയായിരുന്നു. അത് കൂടിയിട്ട് ഇപ്പോൾ 5 രൂപ 16 പൈസയായിട്ട് കൂടിയിട്ടുണ്ട്. ഇൻഡിഗോയുടെ കയ്യിൽ 53,515 കോടി രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് 38,516 കോടി രൂപയായിരുന്നു. 14,998 കോടി രൂപ അതിൽ റെസ്ട്രിക്റ്റഡ് ക്യാഷ് ആണെന്നാണ് പറയുന്നത്. കമ്പനി 2 വർഷത്തെ, അതായത് ഈ ഒരു സെക്കൻഡ് ക്വാർട്ടറിൽ കൂടുതൽ കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. സെക്കൻഡ് ക്വാർട്ടർ ഫാർ ബെറ്റർ ആയിരിക്കും എന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോഴും ഇൻഡിഗോയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്, ഒരു ഷെയറിന് മുകളിൽ ബുക്ക് വാല്യൂ നമുക്ക് ഏകദേശം 223 രൂപയുടെ ബുക്ക് വാല്യൂ ആണുള്ളത്. അതാണിപ്പോൾ 5,600 മുകളിൽ ട്രേഡ് ചെയ്യുന്നത്. അതുതന്നെ പബ്ലിക്കിൻ്റെ കയ്യിലാകെ 3.84% ഓഹരികൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ ഓഹരികളും ഉള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. 41% ഓഹരി.